മറ്റവരെ നമസ്കാരമുണ്ട്. ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള പ്ലാനിങ് ആണ്. 1 ടൈം ഗിവ് വേ നടത്തിയിട്ടായിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. അതിനൊരു വെറൈറ്റി ആയിട്ട് ഒരു സമ്മാനം ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള പ്ലാനിങ് ആണ്. ഈ പുതിയ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ വീഡിയോ കാണും, സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് 2 സ്ക്രീൻഷോട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതിന് ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ലിങ്ക് ഇടാം. അതിൽ ജോയിൻ ചെയ്തിട്ട് 2 സ്ക്രീൻഷോട്ടും അതിലേക്ക് സെൻഡ് ചെയ്യും. ആ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ആ വിന്നർ ആരാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഫോളോ ചെയ്യും. അപ്പോൾ നമുക്ക് ആ വിന്നറിനെ പ്രതീക്ഷ കാത്തിരിക്കാം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വേഴുമലയിലാണ്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഒരു വേഴുമലയുടെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സൂര്യോദയം അതൊക്കെയായിരുന്നു. അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ്. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് റിസ്ക്കാണ്. എന്ന് വെച്ചാൽ മഴ പെയ്ത കാരണം പാറയൊക്കെ ഫുള്ള് വെള്ളത്തിലാണ്. അപ്പോൾ വഴുതി വീഴാൻ നല്ല ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ വീഴുമലയെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു നവംബർ മാസം തന്നെയായിരുന്നു. പക്ഷേ അത് ഇത്രയ്ക്ക് മഴയുണ്ടായിരുന്നില്ല. അത് നല്ലൊരു സൂര്യോദയമാണ്. ഞാൻ സൂര്യോദയം കാണാനുള്ള ബേസിലാണ് വന്നത്. പക്ഷേ ഇത്രയ്ക്ക് കോട ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറച്ച് ഹെവിയാണ്. കുറച്ച് ഹെവി ആയിട്ട് തന്നെ കാരണം വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഫുള്ള് കോട, ചുറ്റും കോട ഇറങ്ങിയിരിക്കുന്നത്. മുകളിലാണ് നല്ല കോട ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. മുകളിൽ നല്ല കോടയാണ്. 1ാമത്തെ മലയാണ്, പകുതിയായിട്ടുള്ളൂ. ഈ സൈഡ് ഫുള്ള് കോട. അടിപൊളി തന്നെയാണ്.
ഒന്നാമത്തെ മല നാം എത്തിയിരിക്കുകയാണ്. ഫുൾ കോട നിറഞ്ഞു. നമ്മൾ വന്നതിനെക്കാട്ടി കൂടുതലാണ്. അടിപൊളി വ്യൂ. ഒരു സെക്കൻഡ് കൊണ്ട് ഫുള്ളും മാറി മറിഞ്ഞു പറയാം. കോട ഫുള്ളും നിറഞ്ഞ ആ വ്യൂ നമുക്ക് കാണാൻ പറ്റാതായി. ഈ പാടങ്ങളൊക്കെ കാണുന്നത് അതെല്ലാം പോയി കോട നിറഞ്ഞു. ഫുള്ളും കോടയാണ്. അന്ന് നമ്മൾ വന്നതിനെക്കാട്ടി ആ എപ്പിസോഡിനെക്കാട്ടി നല്ലൊരു വ്യൂ ആണ്. എന്ന് വെച്ചാൽ അന്ന് സൂര്യോദയമായിരുന്നു. ഇന്ന് മൊത്തം ഫുള്ള് കോട. രണ്ട് ക്ലൈമറ്റായിട്ട് നമുക്ക് കിട്ടിയത്. ഇവിടെയൊന്നും കാണാൻ പറ്റുന്നില്ല. അതിപ്പോൾ മംഗലം ഡാമിൻ്റെ ആ സൈഡാണ്. മുടപ്പുഴൂർ മംഗലം ഡാമിൻ്റെ ആ സൈഡ് ചില്ലഞ്ചേരി ഭാഗമാണ്. പക്ഷേ ഒന്നുമില്ല, അവിടെ ഫുള്ള് കോട നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവിടേക്ക് പോകാം. നമ്മളിപ്പോൾ കണ്ട വ്യൂ അടുത്തൊരു ഭാഗമാണ്. അപ്പോൾ അവിടേക്ക് ഫുള്ള് ഒരു വ്യൂ ഇല്ല, ഫുള്ളും നിറഞ്ഞു. അവിടെ കോട ഫുള്ള് കോട നിറഞ്ഞു. സെക്കൻഡുകൾക്കാണ് കോട ഇറങ്ങണതും കയറുന്നതും. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ രണ്ടാമത്തെ മടിയും മൂന്നാമത്തെ മടിയും കാണുന്നില്ല.